തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെയും RSSന്റെയും ഒരു ഫൈനൽ അനാലിസിസ് 38 വാർഡുകൾ മുതൽ 51 വാർഡുകൾ വരെ എന്നാണ്. അതായത് 38 മുതൽ 51 വാർഡുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് NDAക്ക് എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് BJPയും RSSും തെരഞ്ഞെടുപ്പിന് ശേഷം എത്തിയിരിക്കുന്നത്. 101 വാർഡുകളാണ് ആകെയുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 51 വാർഡുകളിലെ വിജയമാണ്. അപ്പം BJPയുടെ ഒരു ഫിഗർ എന്ന് പറയുമ്പോൾ 38 മുതൽ 51 വരെ എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് നിൽക്കുന്നത്. അത് ഏത് രീതിയിലും വരാം, കാരണം പല അണ്ടർ കറൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ശക്തമാണ്. മേയർ ആര്യ രാജേന്ദ്രൻ പ്രചരണത്തിന് പോലും ഇറങ്ങിയിട്ടില്ല, വീട്ടിലിരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്കും രൂക്ഷമായ രീതിയിലുള്ള ഒരു വികാരം ഈ ഒരു ഭരണകൂടത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത്. പക്ഷെ അത് ഏത് രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം പല ഫാക്ടേഴ്സ് ഉണ്ട്, ജാതി മത താല്പര്യങ്ങളുണ്ട്, അതുകൂടാതെ തന്നെ കള്ള വോട്ട്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെയൊക്കെ മറികടന്ന് BJPക്ക് ഒരു വിജയത്തിലെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും BJP ഇപ്പോഴും ഗെയിമിൽ തന്നെ ഉണ്ട്. റിസൾട്ട് ശനിയാഴ്ച വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ BJPയുടെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഒട്ടും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാധിച്ചിട്ടുണ്ട്.